ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് അധികം നേരം സംസാരിക്കാൻ പറ്റില്ല. സൗകര്യം കിട്ടുമ്പോ ഞാൻ വിളിക്കാം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ലീല അതെന്നെ വിളിച്ചറിയിക്കണം. അറിയിക്കാന്നേ, ചേച്ചി സമാധാനമായിട്ടിരിക്കേ. ശരി. കുഞ്ഞ് നന്നായി പഠിച്ച് വലിയ ഉദ്യോഗസ്ഥയാവണം. അവക്ക് നല്ലൊരു ചെക്കനെ തന്നെ ഭർത്താവായി കൊടുക്കണേ. അത് ഏട്ടന് വേണ്ടി ഞങ്ങൾ കരുതി വെച്ച് കൊടുക്കേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നടന്നാ മതിയോ? ഏട്ടന്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ? അതിനു വേണ്ടിയാ ഞങ്ങൾ ആ കുടുക്ക അവിടെ വെച്ചത്. പക്ഷേ ഏട്ടനാ കുടുക്കയിൽ പണം ഇടാറേ ഇല്ല. ഇതാരുടെ കുടുക്കിയ? എന്താ സംശയം? അത് ഏട്ടത്തിയമ്മയ്ക്കുള്ളതാ. ഇതെപ്പോഴാ ഏട്ടത്തിയമ്മയുടെ ചിത്രം വരച്ചത്? ഇന്നലെ രാത്രിയെ ഏട്ടൻ എന്റെ കയ്യിൽ തന്ന് വരപ്പിച്ചതാ. എന്റെ കരുനീലി കാവലമ്മേ, പാറുവിന്റെ വിഷമം അമ്മ കാണുന്നില്ലേ? സിദ്ധാർത്ഥ ഡോക്ടറിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടെത്തി തരണേ. പാറുവിന്റെ ആഗ്രഹം പോലെ തന്നെ അവർ തമ്മിലുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ. കണ്ടില്ലേ, ഇതാ ഞങ്ങളുടെ ഏട്ടന്റെ സ്നേഹം. അതാണ് ഞങ്ങളുടെ വല്യേട്ടൻ. ആരെപ്പോ വിളിക്കാനേ? ആ, ഭാഗ്യേച്ചിയാണല്ലോ. ലീലേ, എന്താ ചേച്ചി? ചേച്ചി എന്താ കരയുവാണോ? ആ, എന്റെ മോള് അവളവിടെ എങ്ങനെ ഇരിക്കുന്നു? പാറുവിന് ഇവിടെ ഒരു കുഴപ്പമില്ല. ഗിരിയുടെ വീട്ടിൽ അവള് സുഖമായിട്ടായിരിക്കുന്നേ. അവക്ക് സങ്കടമൊന്നുമില്ലല്ലോ? എന്ത് സങ്കടം? അവൾ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ചേച്ചി. അവളുടെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. അറിയാലോ, ഇവിടെ പാറുവിന്റെ അച്ഛൻ ആകെ ദേഷ്യത്തില്ല. ഞാനെങ്ങാനും പാറുവിനെ വിളിക്കുന്നത് കണ്ട വലിയ പ്രശ്നമാവും. അതുകൊണ്ടാ പാറുവിനെ നേരിട്ട് വിളിക്കാതെ ഞാൻ ലീലയെ വിളിച്ചത്. എനിക്ക് മനസ്സിലാവും ഭാഗ്യേച്ചി. ഭാഗ്യേച്ചി എന്നെ വിളിച്ചാൽ മതി. പാറുവിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ആ, ഇനി ചേച്ചിക്ക് അവളോട് സംസാരിക്കണമെങ്കിൽ ഞാനായിട്ട് വഴിയൊരുക്കി തരാം. എനിക്ക് അവളോട് സംസാരിക്കണമെന്നുണ്ട്. ആ, ഞാൻ നോക്കട്ടെ. അവസരം ഒത്താ ഞാൻ ചേച്ചിയെ വിളിക്കാം. ഏതായാലും പാറുവിനെ ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല തങ്കപ്പെട്ട സ്വഭാവമല്ലേ ഗിരിയുടേത്. അവനവളെ പൊന്നുപോലെ നോക്കിക്കോളൂ. അതാ എന്റെ ഏറ്റവും വലിയ സമാധാനം. അയ്യോ, അതിന് ചേച്ചി ദൈവത്തിനോട് നന്ദി പറയാം. ഗിരിയെ ഭർത്താവായിട്ട് കിട്ടിയതാ പാറുവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്നെന്റെ കുഞ്ഞുങ്ങളെ വിരുന്നിന് വിളിക്കേണ്ട ദിവസം.
ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ. ചേച്ചി സങ്കടപ്പെടണ്ട, എല്ലാം വഴിയേ ശരിയാവും. ലീലേ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? ചേച്ചി പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കോ അവർക്ക് വിരുന്ന് കൊടുക്കാനാവുന്നില്ല. എനിക്ക് വേണ്ടി ലീലയ്ക്ക് എവിടെ വിളിച്ച് അവിടെ ഒരു വിരുന്ന് കൊടുക്കാനാവോ? അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് വിരുന്ന് കൊടുക്കാനിരിക്കുകയായിരുന്നു. സാരമില്ല, ആ വിരുന്ന് ചേച്ചിയുടെ പേരിൽ അങ്ങ് കൊടുത്തേക്കാം. ഇന്ന് തന്നെ കൊടുത്തേക്കാം, പോരെ? അത് മതി. അത് മാത്രല്ല, ഗിരിയുടെ അമ്മയുടെ സ്ഥാനത്ത് ആരുമില്ല. എനിക്ക് അങ്ങോട്ട് പോവാനും ആവില്ല. അതുകൊണ്ട് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ലീലയെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഭാഗ്യേച്ചി. ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് അധികം നേരം സംസാരിക്കാൻ പറ്റില്ല. സൗകര്യം കിട്ടുമ്പോ ഞാൻ വിളിക്കാം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ലീല അതെന്നെ വിളിച്ചറിയിക്കണം. അറിയിക്കാന്നേ, ചേച്ചി സമാധാനമായിട്ടിരിക്കേ. ശരി. എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഒരു കാര്യം കൂടെ ഗിരിയേട്ടൻ എനിക്ക് ചെയ്തു തരണം. പാറുവിന് എന്താ വേണ്ടത്? പറഞ്ഞു. എനിക്ക് ഡിവോഴ്സ് വേണം. ചേട്ടാ, ഈ ഗിരി എന്താ ഫോൺ എടുക്കാത്തേ? നീ എന്തായാലും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ? ചേട്ടാ, ഇപ്പൊ എന്നെ ഭാഗ്യേച്ചി വിളിച്ചിരുന്നു. എന്നിട്ട് ചേച്ചിക്ക് അവിടുന്ന് പാറുവിനെ നേരിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. പപ്പേട്ടൻ കണ്ട വഴക്ക് പറയില്ലേ, അതിനെ എന്നെ വിളിച്ചത്. ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കുവോ? ഈ വിഷമൊക്കെ കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും. നീ നോക്കിക്കോലില്ലേ, പപ്പേട്ടൻ ഗിരീനെയും പാറുവിനെയും അംഗീകരിക്കും. നമ്മൾ ഇത്ര കണ്ടേക്കണം. അംഗീകരിച്ചാ മതിയായിരുന്നു. അംഗീകരിക്കും, എനിക്കത് വിശ്വാസാ. പിന്നെ ഭാഗ്യേച്ചി എന്നോട് കാര്യം ആവശ്യപ്പെട്ടു. എന്താ?